നമസ്കാരം. ഏവിയേഷൻ മൈൻഡ്സിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജെറിൽ ജോസ് തോമസ്. മെയിനായിട്ട് എയർലൈൻ ആൻഡ് എയർപോർട്ടാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു എയർലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ജോബിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ജോബ് സെക്യൂരിറ്റി അല്ല, ആ ഇൻഡസ്ട്രിയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എയർലൈൻസിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതുപോലെ പല ടൈപ്സ് ഓഫ് ത്രെഡ്സ് ആണ് എയർലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് രംഗത്ത് പുതിയതായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ത്രെഡ്സിൻ്റെ അല്ലെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ എന്താ പറയുക അറ്റാക്ക്, ഇതിൻ്റെ എല്ലാം രൂപവും ഭാവവും ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി അവയർനെസ് ആണ്. പഠിച്ചാൽ നിങ്ങൾക്ക് കാർഗോ, പാസഞ്ചർ അല്ലെങ്കിൽ എയർലൈൻ, അതുമല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റ്സിലെല്ലാം ജോലി ലഭിക്കുവാൻ ഒരു നല്ല സാധ്യത കിട്ടുന്ന ഒരു കോഴ്സാണ്. അതായത് നമ്മുടെ ഈ ഇൻഡസ്ട്രി എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. കോഴ്സ് ഒരു 40 hours കോഴ്സാണ്. നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമുക്ക് 12 months കിട്ടുന്നതായിരിക്കും. എന്നാലും നമ്മൾ സാധാരണയായി ഒരു ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരാൾക്ക് ഇത് ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു കോഴ്സാണ്. കാരണം ഇത് 40 hours ഉള്ളൂ. നിങ്ങൾക്ക് കോഴ്സ് 40 hours കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു എക്സാം ഡേറ്റ് ചൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം ഇത് പാസ്സായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. കോഴ്സ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാധാരണയായി ഒരു ഇംഗ്ലീഷ് വായിക്കാനും എഴുതുവാനും വായിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരാൾക്ക് തനിയെ പഠിക്കാവുന്നൊരു കോഴ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റർ അവിടെ പഠിക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഫീസിൻ്റെ വ്യത്യാസം വരും. അത് നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ചോദിക്കേണ്ടതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ അവരെ വെച്ചും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. കോഴ്സിൻ്റെ സാധാരണ ഫീസ്, അതായത് റെഗുലർ ഫീ എന്ന് പറയുന്നത് $375 ആണ്. അതായത് $375. നമ്മൾ ഇന്ത്യൻസിന്, അതായത് നമ്മൾ ഡെവലപ്പിംഗ് നേഷൻ ആയത് കാരണം നമുക്കത് $325 ഉള്ളൂ. 25 എന്ന് പറയുന്നത് അറൗണ്ട് ഒരു അറൗണ്ട് ഒരു 25,000 താഴെ നിൽക്കത്തുള്ളൂ. 25,000 rupees താഴെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ തനിയെ പഠിച്ചാൽ. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫീസും കൂടെ, ട്രെയിനിങ് ഫീസും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസും കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടതാണ്. അയാട്ടയുടെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻസിന് $325 ഉള്ളൂ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ ദുബായിലാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെളിരാജ്യത്താണെന്ന് വെച്ചോളൂ. ദുബായ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് നേഷൻ അല്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അഡ്രസ്സ് കൊടുക്കുക. ഇന്ത്യൻ അഡ്രസ്സ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെവലപ്പിംഗ് നേഷൻ്റെ ഫീസായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ ദുബായ് അഡ്രസ്സ് കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇന്ത്യൻസിന് കിട്ടുന്ന ഒരു ഫീസിൻ്റെ സ്ട്രക്ചർ ആയിരിക്കത്തില്ല. അത് പല രാജ്യങ്ങളുണ്ട്. ഡെവലപ്പിംഗ് നേഷനായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെവലപ്പിംഗ് നേഷൻ്റെ ഫീസായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാട്ട് റെഗുലർ ഫീ ആയിരിക്കും എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോഴ്സിൻ്റെ മെയിൻ കണ്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ കോഴ്സിൽ നിങ്ങൾ മെയിനായിട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത്, വാട്ട് യു വിൽ ലേൺ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ കണ്ടൻസ്, അതിനെക്കുറിച്ചും നമുക്കിവിടെ സംസാരിക്കാം.
മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് ത്രെഡ്സ് ടു ദ ഏവിയേഷൻ ഇൻഡസ്ട്രി, അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അടുത്ത കാലത്ത് നടന്ന ത്രെഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ പഠിക്കുന്നുണ്ട്. അടുത്ത കാലത്തല്ല, കുറച്ച് മുൻപേ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ മിക്ക ത്രെഡ്സിനെ കുറിച്ചും ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഏവിയേഷൻ സെക്യൂരിറ്റി റെഗുലേഷൻസ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ബിഹൈൻഡ് സെക്യൂരിറ്റി റെഗുലേഷൻസ്, അത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് IATA, ICAO, അങ്ങനെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുമല്ല ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ BCAS ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നീട് നമ്മൾ പഠിക്കുന്ന വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് എയർപോർട്ട് ആക്സസ് കൺട്രോൾ ഫോർ പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്, അതായത് ഒരു എയർപോർട്ടിലേക്ക് കടക്കുന്ന ആളുകളുടെയും വാഹനങ്ങളുടെയും സെക്യൂരിറ്റി ആക്സസ് കൺട്രോൾ. സെക്യൂരിറ്റി ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, ആളുകളെ പരിശോധിക്കുന്നുണ്ട്, വണ്ടി പരിശോധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഇവിടെ പറയുന്നുണ്ട്. പല ഏരിയാസിൽ നമ്മൾ ഈ ജോലിയുമായി സംബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും പഠിക്കുന്നതും നിങ്ങൾ ജോലി ചെയ്യുന്നതും. അത് അലോക്കേഷൻ ബേസ്ഡ് ആണ്. നിങ്ങൾ പാസഞ്ചർ ചിലപ്പോൾ ചില ജോലികളിൽ എയർലൈൻ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങളിത് എല്ലാം കൂടെ അല്ലെങ്കിൽ ഒരു ജോലിയിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേറ്ററിംഗ് സെക്യൂരിറ്റി മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നിങ്ങൾ കാർഗോ സെക്യൂരിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ എയർലൈനിൽ ഒരു നോർമൽ സെക്യൂരിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പാസഞ്ചർ ചെയ്യുന്നുണ്ട്, കാർഗോ, ബാഗേജ്, മെയിൽ, കൊറിയർ, കേറ്ററിംഗ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്, എയർപോർട്ടിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങളിവിടെ വിശദമായി പഠിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് അത് ഞാനിവിടെ വിശദമാക്കാം. സാധാരണയായി ഒരു എയർലൈനിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിട്ട്, അതായത് ഒരു എൻട്രി ലെവൽ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സ് ഒരു വളരെ നല്ലതാണ്. അല്ലാതെ ഇൻഡസ്ട്രി പേഴ്സണൽ വർക്കിംഗ് വിത്ത് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ്. എക്സാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 60 മാർക്സിനായിരിക്കും. നിങ്ങൾക്ക് 48 കറക്റ്റ് ആൻസേഴ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പാസ്സാകും. 54 മാർക്സ് കിട്ടുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഡിസ്റ്റിങ്ഷൻ. യൂഷ്വൽ ആയിട്ട് പറയുന്നത് പോലെ നിങ്ങൾക്ക് 2 അറ്റംപ്റ്റ് കിട്ടുന്നതായിരിക്കും ഇൻ 12 മന്ത്സ്. നിങ്ങൾക്കിത് ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് 2.5 അവേഴ്സാണ്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു എക്സാമാണ്. പക്ഷേ 60 മാർക്കിനായിരിക്കും എക്സാം. നിങ്ങളത് ഓൺലൈനിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. ഒരു നോൺ സൂപ്പർവൈസ്ഡ് എക്സാം ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ കോഴ്സിൻ്റെ ലിങ്ക്, IATAയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസുമായി ഞങ്ങൾ ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ബൈ.